അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ചില പാർട്ടികളെ എതിർത്തുകൊണ്ട് നമ്മൾ 2-3 വീഡിയോ ചെയ്യാൻ ഇടയായി. എതിർക്കാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ഡിതന്മാർ മുഴുവനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും അത്തരം പാർട്ടികളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു സമയം കൂടിയാണ്. പാടുന്ന വ്യക്തിക്ക് യാതൊരുവിധ ലൈസൻസും ഇല്ലാന്നല്ല, എന്തൊക്കെയോ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നു, അതെടുത്ത് പാടുന്നു. എന്താണ് വീടുകൾ എന്താണെന്നൊന്നും അദ്ദേഹം എന്തായിട്ടില്ല, ചിന്തിക്കാറില്ല. അദ്ദേഹത്തിനൊക്കെ എല്ലാ ആലിമീങ്ങളും പറഞ്ഞാലും ഒരു മാറ്റവും വരുത്തുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്നുമില്ല. വീണ്ടും വീണ്ടും പുതിയ പുതിയ അപകടം, വളരെയധികം അപകടമുണ്ടാകുന്ന പലയിനം പാട്ടുകളും പാടി നടക്കുകയാണ്. ഇതിനൊക്കെ എതിർത്തത് കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ടും മറ്റുമൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്തെങ്കിലും കുതുബുല്ലാലമിനെതിരെ പ്രസംഗിക്കുന്നു, നിങ്ങളെന്താ താടിയും തലപ്പാവൊക്കെ വെച്ച് നടന്നാണ്ട് സിമിറുള്ളാഹിക്കെതിരെ പറഞ്ഞാല് അയാൾക്കത് മോശമാവട്ടോ, അപകടം വരൂട്ടോ, എല്ലാം സൂക്ഷിക്കണമെന്ന് പലയിടങ്ങളിൽ നിന്നായിട്ട് പല ഉസ്താദുമാരും അതുപോലെ വാട്സപ്പിലും ഫോൺ കോളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. ആലിമീങ്ങളെന്ന് പറയുന്ന പണ്ഡിത വേഷധാരികൾ പോലും ഇത്തരം അപകടങ്ങൾ വരുത്തിവെക്കുന്ന ആ വാക്കുകൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അനുകൂലിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം കൂടിയാണ്. ഖിയാമത്ത് നാൾ അവസാന കാലഘട്ടത്തിന്റെ ഇതിന്റെ ഒരു അടയാളം കൂടിയാണത്. ആലിമീങ്ങൾ പോലും ഇത്തരക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക, അവിടെ ഇൽമ് എന്തിന്റോ മുന്നിൽ അമിതമായ മഹബത്തിന്റെ മുന്നിൽ പണയം വെച്ചതാണ്. അമിതമായ മഹബത്ത് എന്ന് പറഞ്ഞാൽ മഹബത്ത് അധികരിച്ചു കഴിഞ്ഞാൽ അതും അപകടത്തിൽപ്പെടുന്ന പല മഹബത്തുകളുണ്ട്. മഹബത്ത് ആയതുകൊണ്ട് എന്തും പാടാം, എന്തും പറയാമെന്നല്ല. ഔലിയാക്കന്മാർ പല സമയത്ത് പല ആളുകളോടും അവരുടെ മുഹിബീങ്ങളോട് പല വാക്കുകളും പറയും. ഇതെല്ലാം പബ്ലിക്കിൽ ചിലപ്പം പറയാൻ പറ്റാത്തതായിരിക്കും. അത്രയും ബന്ധമുള്ള ചില ആളുകളോട് ചില ഔലിയാക്കന്മാര്, ബഹുമാനപ്പെട്ട ഹല്ലാജുൽ മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ എടുത്തു നോക്കിയാൽ വലിയ വലിയ വാക്കുകളുണ്ട്. പുറലോകത്തേക്ക് നമുക്ക് അത്ര പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത, പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് അത് വലിയ അപകടം ചെയ്യുന്ന ചില വാക്കുകൾ, ഔലിയാക്കന്മാരുടെ വാക്കുകൾ അപകടം ചെയ്യുമെന്നല്ല, ഒരുപാട് സിറുകൾ അടങ്ങിയ, ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ വേർഡുകളായിരിക്കും ഔലിയാക്കന്മാര് എപ്പോഴും ഉപയോഗിക്കാറുണ്ടാകുക. അത് അത്തരം സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. അത്തരം വേർഡുകൾ പബ്ലിക്കായി പൊതുസമൂഹത്തിൽ പൊതു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ഇസ്ലാമിൽ അതിന് അപകടമേ കൂടുതൽ വരികയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിന് വളർച്ചയോ ഉയർച്ചയോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അത് കണ്ടുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത്തരം പാട്ടുകൾ, അത്തരം പരിപാടികളെയൊക്കെ നഖശിഖാന്തരം എതിർത്തുകൊണ്ടേയിരിക്കുന്നതും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും വലിയ അഗ്രഗണ്യ പണ്ഡിതനും ഷാഫിഈ മദ്ഹബിന്റെ നെടുന്തൂണുമാണ്. ഷാഫിഈ മദ്ഹബിലെ സകലമാന ഫിഖ്ഹിന്റെ കിതാബുകളും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇവിടുത്തെ ഉസ്താദ് ഇമാം ഹറമൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഫിഖ്ഹിൽ വളരെ വിശാലമായ കിതാബുകൾ 10-20 വാള്യം നീണ്ടു നിൽക്കുന്ന കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ആ കിതാബിനെ മുഴുവനും ബഹുമാനപ്പെട്ടവർ ചെറിയൊരു കിതാബിലേക്ക് അതിന്റെ ഹാസിലുകളെ മുഴുവനും ആശയങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു കിതാബ് രചിക്കപ്പെട്ടു. ആ കിതാബിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പിൽക്കാലത്ത് വന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു ആകട്ടെ സകല ഇമാമീങ്ങളും ലോകത്ത് ഷാഫിഈ മദ്ഹബിന്റെ കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തസവ്വുഫിലും ഇൽമുൽ അഖീദയിലും വലിയ അഗ്രഗണ്യ, വലിയ പാണ്ഡിത്യമുള്ള വലിയ മഹാനാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഇമാം സമാന്റെ ഖുതുബാണ്. ലോക ഔലിയാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിന്റെ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവൊക്കെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് ഔലിയാക്കന്മാര്, ആരാണ് സൂഫിയാക്കള്, ഔലിയാക്കന്മാരെ കുറിച്ച് അവരുടെ കറാമത്തുകൾ എന്താണ്, എന്തൊക്കെയാണ് ഔലിയാക്കന്മാരുടെ രീതികൾ, എന്തൊക്കെ അവരെ കുറിച്ച് പറയാം, അമ്പിയാക്കന്മാരെ കുറിച്ച് എങ്ങനെയൊക്കെ വർണ്ണിക്കാം, റബ്ബ് തആലാനെ എങ്ങനെ വർണ്ണിക്കാം, ഈ റബ്ബിന്റെ മഹത്വങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, അതുപോലെ അയിമ്മത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്, അതുപോലെ തന്നെ സഹാബത്തിൽ എങ്ങനെ ഇതൊക്കെ വളരെ വ്യക്തമായി സ്പഷ്ടമായ നിലയിൽ തന്നെ ബഹുമാനപ്പെട്ടവര് രേഖപ്പെടുത്തി വെച്ചത് ഗ്രന്ഥങ്ങളിലുണ്ട്. അവരൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടാണ് ഇന്ന് സമസ്തയിലെ, ഏത് സമസ്തയിലാവട്ടെ, സമസ്തയിലെ സമുന്നത നേതാക്കൾ മുഴുവനും പ്രഭാഷണം നടത്തി. അവരുടെ സ്വന്തം മനസ്സിന്നോ അവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചോ ഒരു പണ്ഡിതനും ഇവിടെ പ്രഭാഷണം നടത്തുന്നില്ല. അവരുടെ കിതാബുകളുടെ നെത്തലുകളും ആ കിതാബുകൾ അടിസ്ഥാന
അടിസ്ഥാനമാക്കിയും പ്രഭാഷണം നടത്തുമ്പോൾ ഒരു വിഭാഗം പറയുന്നു ആ പണ്ഡിതന്മാരെന്തല്ല ഔലിയാക്കന്മാർക്കെതിരാണ്, തസൂഫിന്റെ സൂഫിയാക്കൾക്കെതിരാണ്. എന്നിട്ട് ചിലർ പറയും ഗസാലിമാമിന്റെ കാലത്ത് ഇമാം ഗസാലി തങ്ങൾ ഒരുപാട് ഉസ്താദുമാരെ എതിർത്തിനിയല്ലോ, ഓതലാൽ തങ്ങളെ കാലത്ത് അവരെ എതിർത്തിനിയല്ലോ. അവരെ എതിർത്ത് അത് വേറെ വിഷയം. ആ ഗസാലി ഇമാമിനെ എതിർത്ത് എന്നല്ല പറഞ്ഞത് ഒരു വിഭാഗം പണ്ഡിതന്മാര്. ആ എതിർക്കപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്നെയാണ് ഔലിയാക്കന്മാരെയും ആലിമീങ്ങളെയും അവരുടെയൊക്കെ എങ്ങനെയൊക്കെ അവരിലുള്ള വിശ്വാസം, അമ്പിയാക്കന്മാരിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസമൊക്കെ എങ്ങനെയെന്ന് വളരെ വ്യക്തമായ സ്പഷ്ടമായ രീതിയിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ വിശ്വാസമാണ് ഇന്നത്തെ പണ്ഡിതന്മാരെ ആലിമീങ്ങള്, സമസ്തയുടെ ആലിമീങ്ങൾ പ്രസംഗിക്കുന്നത്. അവരാരെങ്കിലും കിതാബിന് എതിരെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രസംഗിക്കുകയാണെങ്കിൽ സമസ്തയിലെ മറ്റു ആലിമീങ്ങൾ അവരെ എതിർത്ത് എന്തായാലും വരും. പ്രായം ചെന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. 40 പണ്ഡിതന്മാരെന്തായാലും ഒരു തെറ്റിന്റെ മേൽ ഒരുമിച്ച് കൂടൂല. ഒരാൾ പറഞ്ഞ ദുർവ്യാഖ്യാനത്തിന് എല്ലാവരും കൂടി സപ്പോർട്ട് ഒരിക്കലും ചെയ്യൂല. അവർ ദുർവ്യാഖ്യാനം ചെയ്താൽ എന്തായാലും 40-ൽ ഏതെങ്കിലും പണ്ഡിതന്മാർ എതിർക്കും. പക്ഷെ 40-ൽ എല്ലാ പണ്ഡിതന്മാരും എതിർക്കുന്നില്ല. കാരണം അവർ പറഞ്ഞത് കിതാബ് അടിസ്ഥാനമാക്കിയിട്ടാണ് പണ്ഡിതന്മാർ കള്ള സൂഫിയാക്കളെ, സൂഫിയുടെ വേഷം ധരിച്ച് നടക്കുന്ന ആളുകളെ എതിർക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഉസ്താദുമാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പ്രായം ചെന്ന സൂഫിയാക്കളായ സമസ്തയിലൊക്കെ ആലിമീങ്ങളും അല്ലാത്ത ആലിമീങ്ങളൊന്നും അവരെ എതിർക്കാതിരിക്കാനുള്ള കാരണം അവർ പറയുന്നത് സത്യമായതുകൊണ്ട്. ഏതെങ്കിലും വക്ക് പൊട്ടിയ തലയില്ലാത്ത ഏതെങ്കിലും ആലിമിന്റെ തലയപ്പാവും താടിയും വെച്ച് നടന്നുകൊണ്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നടക്കുക എന്നുള്ള ആലിമീങ്ങളെ പേര് പറഞ്ഞടക്കാൻ ചില ആളുകൾ ഉണ്ടാവും. അവരെ ഒന്നടക്കം കൂട്ടത്തോടെയാണ് ആലിമീങ്ങൾ എതിർക്കുന്നത്. അപ്പൊ കൂട്ടത്തോടെ എതിർത്ത് ആ സത്യം വ്യക്തമാക്കി തരുന്ന ആലിമീങ്ങൾ അവരുടെ നാവിൽ നിന്നല്ല അവരാ സത്യം പറയുന്നത്. കിതാബിന്റെ ഇബാറത്ത് വായിച്ചുകൊണ്ടാണ് സാധുക്കളായി നമ്മുടെ ഈമാനെ കാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഇതുപോലത്തെ പുതിയ പാട്ടുകളും മറ്റു പാട്ടുകളൊക്കെ പാടി നടക്കുന്ന ചില ആധുനിക കാലത്തിലെ ചില പണ്ഡിത വേഷധാരികളുണ്ട്. എത്ര പറഞ്ഞാലും അവരുടെ ചെവി കൊള്ളാതെ വീണ്ടും ആലിമ്യങ്ങളോട് ദേഷ്യം പിടിച്ചിട്ട് അടുത്ത പാട്ടുകൾ അതിനേക്കാളും അപകടം, പിന്നത്തെ പാട്ടുകൾ അതിനേക്കാളും അപകടം, ഇങ്ങനെ അപകടം നിറഞ്ഞ പാട്ടുകൾ മാത്രം ഉണ്ടാക്കുന്ന ചില പണ്ഡിത വേഷധാരികൾ, നാമധാരി പണ്ഡിതന്മാരൊക്കെ ഇന്ന് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അവരുടെ കൂടെയൊക്കെ പോയി അവർക്ക് സപ്പോർട്ട് ചെയ്ത നമ്മളും കൂടി ആക്തിബത്ത് നമ്മൾ കരുതിയിരിക്കണം. ബഹുമാനപ്പെട്ട ഖുതുബുൽ തങ്ങൾ, സിമിലുള്ളാഹി തങ്ങൾ വലിയ ആലിമും വലിയ സൂഫി വരെ ആർക്കും തന്നെ സംശയമൊന്നുമില്ല. ആരും അവിടുന്ന് അങ്ങനെ എതിർക്കുന്നു. പക്ഷെ അവിടത്തെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറയുമ്പോൾ ഇനി അവിടുന്ന് ഏതെങ്കിലും മുഹിബ്ബീങ്ങളോടോ ചില വിഷയങ്ങൾ അത്രയും വിശ്വാസമുള്ള മുഹിബ്ബീങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അത് അവർ കാത്തു സൂക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരിക്കും അവരുടെ ആ വാക്കുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലിട്ട് അവരെ വഷളാക്കുമെന്നൊന്നും അവർ വിചാരിച്ചിട്ട് പറഞ്ഞതാവൂല. അങ്ങനത്തെ അത്തരം ചില വീടുകളൊക്കെ ഔലിയാക്കന്മാർ മഹബത്ത് വെക്കുമ്പോൾ മഹബത്തുള്ള ചില ആളുകളോട് ചില പ്രയോഗങ്ങളൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ ആത്മസുഹൃത്തുക്കളോട് ചില വിഷയങ്ങളൊക്കെ പറയും. അവർ ആ സിറ് സൂക്ഷിക്കുമെന്ന വിശ്വാസത്തോടെയാണ്. എന്നതുപോലെ ഔലിയാക്കന്മാർ ചിലപ്പോൾ അവിടെ മുഹിബ്ബീങ്ങളോട് പറയും. അതെല്ലാം പുറത്തിട്ടുകൊണ്ട് വഷളാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വിഷയമുണ്ടാകുന്ന ആളുകൾ അവരെ തെറ്റിദ്ധാരണയോടുകൂടെ ശ്രദ്ധിക്കുന്ന രീതിയിൽ, നോട്ടത്തോടെ നോക്കുന്ന രീതിയിലേക്ക് അവരെത്തിക്കുന്ന ആ വാക്കുകളൊക്കെ നമ്മൾ സിറാക്കി തന്നെ വെക്കണം. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും പുറത്തു പറയാൻ പറ്റൂല. അതൊക്കെ സിറാക്കേണ്ട സിറായി തന്നെ സൂക്ഷിക്കണം. അതൊക്കെ പാട്ടാക്കി ഇസ്ലാമിൽ അങ്കലങ്കോലപ്പെടുത്തി ഇസ്ലാമിക താഴ്വത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ വളരെ കഷ്ടപ്പെട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ വഹാബികളെയും ബിദഅി സമൂഹത്തെയും എതിർത്തു വരുമ്പോൾ ആ ബിദഅത്തിന് പാലം വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇത്തരക്കാരുടെ മദ്ഹ് പ്രഭാഷണം കൊണ്ടും മദ്ഹ് ഗാനം കൊണ്ടും ഇവിടെ സംഭവിക്കുന്ന യാതൊരുവിധ ഉപകാരവും പരിശുദ്ധ ദീനിന് ഇല്ല എന്ന് മാത്രമല്ല, അവര് ദീനിന് വലിയ ഫസാദാണ് അവരിത് കൊണ്ട് ദീനിന് കിട്ടുന്നത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവരും ഇത്തരക്കാർ എല്ലാവിധ ശർറത്തൊട്ടും പരിശുദ്ധ ദീനിനും നമ്മുടെ ആലിമീങ്ങൾക്ക് എല്ലാവിധ ഹിഫ്ളുണ്ടാവാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ വിഭാഗം പണ്ഡിതന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രത്യേക ഹിഫ്ളും മഹാന്മാരായ ഉലിയാക്കന്മാരെ സൂഫിയാക്കളുടെ ഹിഫ്ളും അവർക്കും നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.